പോലും കാണുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് കേബിൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ള വാല്യൂസൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ Q1 എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ നോമിനൽ വോൾട്ടേജ് ടു ദ കസ്റ്റമർ, അതായത് ലോഡ് സൈഡിലേക്ക് റിസീവിങ് എൻഡിൽ കിട്ടുന്ന വോൾട്ടേജ് 11 kV ആണെന്ന്. 50 ഹെർട്സ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് 11 kV എന്ന് എഴുതി, ഹെഡ്സ് ഫ്രീക്വൻസി 50 ഹെഡ്സ് എന്ന് എഴുതി. പിന്നെ അവിടുത്തെ ലോഡ് ദ ആൻറ്റിസിപ്പേറ്റഡ് ലോഡ് ഇൻ ദ ലോഡ് ഈസ് 3 മെഗാവാട്ട് ആണ്. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് പവർ, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന പവറാണ് ലോഡ്, അതായത് 3 മെഗാവാട്ട്. ഓക്കെ, പിന്നെ തന്നിട്ടുള്ളത് PF ആണ്, കോസ് 5 ഈക്വൽ ടു 0.85 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ താഴത്തുള്ളത് ദ ലെങ്ത് ഓഫ് ദ കേബിൾ റൺ ഈസ് 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ ദൂരമുള്ളൊരു കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട് കമ്പോണൻസ്, ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ, ഇൻഡക്ടറിൻ്റെ വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. അത് പറഞ്ഞിട്ടുള്ളത് പെർ കിലോമീറ്ററിലാണ്, അതായത് 1 കിലോമീറ്ററിൽ 0.6 ആണ്. അപ്പോൾ 8 കിലോമീറ്റർ ദൂരമുള്ള കേബിളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 0.6 ചെയ്താലാണ് ടോട്ടൽ കേബിളിലുള്ള റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലിനും സിക്കും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം 0.6 into 4.8 ഓം നമുക്ക് കിട്ടും. Then we go for L, 0.012 multiply 8 into 8 is equal to 0.96 Henry. 0.96 Henry എന്ന് കിട്ടും. Then capacitance 0.05 മൈക്രോ ഫാരഡ് ആണ് തന്നിട്ടുള്ളത്. എപ്പോഴും മൈക്രോ മില്ലി നാനോ ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് 10⁻³ ഏതാ വാല്യൂ എന്ന് വെച്ചാൽ അത് ചെയ്യണം. മൈക്രോ ആകുമ്പോൾ 10⁻⁻6 വരും. അതിന് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 8 വെച്ച്. ദെൻ വി ഗോട്ട് 4 into 10⁻⁻6 എന്ന് കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ 4 മൈക്രോ ഫാരഡ് എഴുതാം. ഹെൻറി ഫാരഡ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാണ്ട് എക്സൽ കണ്ടുപിടിക്കണം, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇക്വേഷൻ 2πfL 2 into π into F എന്താണ് 50 ഹെർട്സ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. L എന്താണ് 0. ഈ വാല്യൂ കിലോമീറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് L, 0.096. ഓക്കെ, then we got XL 30.16 ഓം കിട്ടി. XL ഓക്കെ, XL കിട്ടി 30.16 ഓം. ദെൻ നമുക്ക് ഇത് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. C ഈക്വൽ ടു R plus XL അല്ല JXL എന്നാണ് ഇക്വേഷൻ. R plus JXL. ആറിന്റെ വാല്യൂ ഡയറക്റ്റ് കൊടുക്കുക. 4 plus 4.8 J അല്ലേ, J എഴുതാം. എന്നിട്ട് XL വാല്യൂ കൊടുക്കുക 30.16. ഇത് 4.8 എഴുതണം. 4.8 ആണല്ലോ, 6 അല്ലേ? ഓ, ഇതാണ് 4.8, സോറി. ഓക്കെ, അത് കിട്ടി. അപ്പോൾ C കിട്ടി, Z കിട്ടി. ദെൻ നമുക്ക് എന്താ വേണ്ടേ? അതിനെ ഇനി പോളാം. മറ്റേ വൈയും കൂടി സിയുടെ റിയാക്റ്റൻസും കൂടി കണ്ടുപിടിക്കാനുണ്ട്. സിയുടെ റിയാക്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ YC ഈക്വൽ ടു സെയിം ഇക്വേഷൻ 2π into F into C. 2 into π into 50 into സിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 മൈക്രോ ഫാരഡ്. അപ്പോൾ വീണ്ടും 4
ഇൻറ്റു 10⁻⁻6 മൈക്രോ ആകുമ്പോൾ -6 10⁻⁻6 കൊടുക്കുന്ന മാർക്കറ്റ്. 2 ഇൻറ്റു Okay, there's length of 5 meters. അത് ചെയ്തു. അത് വേറെ രീതിയിൽ എടുത്തിട്ടുണ്ട്. Each now is 5 ഇൻറ്റു the area. 50 ഇൻറ്റു This formula. 4 10⁻⁻6 അല്ലേ? അപ്പോൾ 1.26 കിട്ടും. 1.26 0 പോയിന്റ് എങ്ങനെയാണ്? 1.26 That is the area of it is മില്ലി particular മില്ലി കിട്ടും. മില്ലി മില്ലി സീമെൻസ് കിട്ടും. മില്ലി സീമെൻസ് എസ് ആണ് പിന്നെ വന്നത്, സീമെൻസ് എന്നാണ് പറയുന്നത്. മില്ലി സീമെൻസ് കിട്ടി. 1.26 മില്ലി സീമെൻസ്. ഇതിൻ്റെ ആംഗിൾ എഴുതാണ്ട് എപ്പോഴും കപ്പാസിറ്ററിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതെപ്പോഴും ഓർത്തിരിക്കുക. 1.26 90 ഡിഗ്രി മില്ലി സീമെൻസ്. ഓക്കെ, ഇത് നമുക്ക് പോളാറാക്കണ്ടേ? ഇത് പോളാർ ആണ് ഓൾറെഡി. ഓക്കെ, റെക്ടാങ്കുലർ ആക്കണ്ടേ? റെക്ടാങ്കുലർ ആക്കണ്ടേന്ന് ചോദിച്ചാൽ വേണ്ടായിരിക്കും. അവിടെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ആക്കിയിട്ടുണ്ടോ? അപ്പോൾ ആക്കണം. അപ്പം നീ ഇത് ആക്കുന്ന കാണിച്ചേ. ഓക്കെ, കാൽക്കുലേറ്ററിൽ റെക്ടാങ്കുലർ ആക്കാനായിട്ട് കാറ്റലോഗ് എടുക്കുക. അതിനകത്ത് ആംഗിൾ കോഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. ദെൻ ഏത് വാല്യൂ ആണ് നമുക്കിപ്പോൾ ആക്കണ്ടേ? the last class now. FOA. ഇപ്പോൾ ഏതാ വാല്യൂ ആക്കണ്ടേ? പോളാർ ഫോമാണ് നമ്മുടെ കയ്യിലുള്ളത്. I go do I can't അപ്പോൾ the one we use for FICA. പോളാർ ടു റെക്ടാങ്കിൾ ആണ് ആക്ച്വലി വേണ്ടത്. പക്ഷേ കാൽക്കുലേറ്റർ മിസ്റ്റേക്ക് കാരണം റെക്ടാങ്കിൾ ടു പോളാറിലാണ് കിടക്കുന്നത്. This one is Victoria. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പോളാർ ഓക്കെ. പോളാർ എന്ന് പറഞ്ഞ് വന്നാലാണ് പോളാർ കൊടുക്കാൻ പറ്റുള്ളൂ. പോളാർ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റർ വന്നാൽ മാത്രമേ പോളാർ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ വാല്യൂ കൊടുക്കാം 4.8 പ്ലസ് ജെ 30.16 എന്നാണ്. അതിന് പകരം കോമ 30.16 എന്ന് കൊടുക്കുക. പ്ലസ് ഒന്നും ഉപയോഗിക്കില്ല. എന്നിട്ട് ഷിഫ്റ്റ് അമർത്തിയിട്ട് എക്സ് അമർത്തി കഴിഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞൊരു ആൻസറാണ് കിട്ടണമെങ്കിൽ കറക്റ്റാണ്. റെക്ടാങ്കുലറിലേക്ക് മാറി, ഇല്ലെങ്കിൽ പോളാർ തന്നെയാണ് കിട്ടിയെന്ന് അർത്ഥം. ഓക്കെ, അപ്പം 30 പോയിന്റ്. അപ്പോൾ ആ കിട്ടിയ വാല്യൂവിനെ ആറിനെ ആദ്യം എടുത്ത് എഴുതാം. 30.53 ദെൻ ആംഗിൾ ആംഗിൾ 80.96 80.95 കിട്ടി. ഡിഗ്രി എഴുതാം ആംഗിൾ. ഓക്കെ, അത് റെക്ടാങ്കുലറിലേക്ക് ആക്കി. ഇത്രയും. അപ്പോൾ വൈ സി കിട്ടി. വൈ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റൻസിൻ്റെ ടോട്ടലാണ്. നമ്മുടെ കയ്യിൽ 2 കപ്പാസിറ്റൻസ് ഉണ്ട്. Y1 ഉണ്ട്, Y2 ഉണ്ട്. അതിനുവേണ്ടി വൈ സീനെ ഡിവൈഡ് ചെയ്യണം. വൈ സി ഡിവൈഡ് ബൈ 2. 2 വൈ സി ഡിവൈഡ് ബൈ 2 ചെയ്യണം. സെയിം ആൻസർ ആയിരിക്കും. അപ്പോൾ വൈ സി എത്ര? 1.26 ഇൻറ്റു 10⁻³ -3 അല്ലേ? മില്ലി അല്ലേ? ഡിവൈഡ് ബൈ 2. 0.0063 സീമെൻസ്. സീമെൻസ് സോറി 90 ഡിഗ്രി സീമെൻസ് എന്ന് കിട്ടും. 2 സെയിം അല്ലേ? രണ്ടും സെയിം ആണ്. 90 ഡിഗ്രി സീമെൻസ്. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവായിട്ടുള്ള പൈ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് എഫക്റ്റീവായിട്ട് പൈ ചാർട്ട് 2 തരം ചാർട്ട് ഉണ്ട്. പൈ ഉണ്ട്, ടി ഉണ്ട്. പൈ ചാർട്ടിൽ ഫസ്റ്റ് ഒരു റെസിസ്റ്റർ വരും, ദെൻ ഗോ ഇൻഡക്ടർ, കപ്പാസിറ്റൻസ് പാരലായിട്ട് ഇൻഡക്ടർ കപ്പാസിറ്റൻസ് പാരലായിട്ട് ഉണ്ടാവും. ഇതാണ് പൈ ഡയഗ്രം. ഇത് വരയ്ക്കണം, ഇതിന് മാർക്കണം. ഓക്കെ, ആറിൻ്റെ വാല്യൂ വേണമെങ്കിൽ എടുത്ത് എഴുതാൻ വിടാം. എഴുതി കഴിഞ്ഞാൽ മാർക്കുണ്ടാവുന്ന അറിയാം. 6 4.8 ഓം. ഇൻഡക്ടർ എക്സൽ വാല്യൂ എഴുതാം. എക്സൽ എന്ന് എഴുതിയിട്ട് തന്നെ എഴുതണം. എക്സൽ ഈക്വൽ ടു 30.16 ഓമാണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഇത് രണ്ടും കൂടി ചേർന്നാണ് ഇമ്പിഡൻസ്. ഇസഡ് ഇക്വൽ ടു നമുക്ക് പോളാറിലല്ലേ കിട്ടിയത്? 4.8 പ്ലസ് ജെ 30.16. എല്ലാം എഴുതണമെന്നില്ല, പറഞ്ഞെന്നുള്ളൂ. പിന്നെ കപ്പാസിറ്റൻസിൻ്റെ അവിടെ ഇത് Y1 ഇത് Y2 മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജിനാണ് VS. ഇതാണ് സെൻഡിങ് എൻഡ്. സെൻഡിങ് എൻഡ് ഇവിടെ നിന്ന് പോകുന്ന കറണ്ടാണ് IS. ശേഷം ബ്രാഞ്ചായിട്ട് കപ്പാസിറ്റൻസിലേക്കും വീണ്ടും
ടോട്ടൽ ഇമ്പിഡൻസിലേക്കും പോകുന്നുണ്ട്, പി ആറിലേക്ക് ഇമ്പിഡൻസിലൂടെയും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടത്തേന ഐ ഇസഡും താഴത്തേക്കുള്ളതിന് IY1 എന്നും കൊടുക്കുക. ശേഷം ഇവിടെ ഇമ്പിഡൻസിന് ശേഷം വരുന്നത് സെയിം കറണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അത് വീണ്ടും ബ്രാഞ്ചായിട്ട് കപ്പാസിറ്റൻസിലേക്കും പിന്നെ റിസീവിങ് എൻഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നതിന് IR എന്നും കപ്പാസിറ്റൻസിലേക്ക് പോകുന്നതിന് IY2 എന്നും കൊടുക്കും. ഇവിടുത്തെ വോൾട്ടേജ് ആണ് PR, റിസീവിങ് എൻഡ് വോൾട്ടേജ്. ഇതാണ് ബേസിക്കലി പൈ. എ പാർട്ട് കഴിഞ്ഞല്ലേ? എ പാർട്ട് ക്വസ്റ്റിൻ്റെ എ പാർട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഈ ഡയഗ്രാം വരയ്ക്കാണ് ക്വസ്റ്റിൻ്റെ എ പാർട്ട്, ഈ കാൽക്കുലേഷൻ. ഇനി അതിൻ്റെ കാൽക്കുലേഷൻസ് ഫസ്റ്റ് റിസീവിങ് എൻഡിൻ്റെ കറണ്ട് കണ്ടുപിടിക്കണം. അതായത് IR, റിസീവിങ് എൻഡ് കറണ്ട്. IR ഈക്വൽ ടു IR. നമ്മുടെ കയ്യിൽ PR ഉണ്ട്, പിന്നെ പവർ ഉണ്ട്. ഓക്കെ, പിന്നെ PF നമ്മുടെ ഉണ്ട്, PF ഉണ്ട്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള പവർ P ആണ്. ഈ P എന്താണ്? ട്രൂ പവറാണ്. ട്രൂ പവറിൻ്റെ ഫോർമുല V ഇൻറ്റു I ഇൻറ്റു കോസ് ഫൈ ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ V ഉണ്ട്, കോസ് ഫൈ ഉണ്ട്, P ഉണ്ട്. ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് IR ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ V ഇൻറ്റു കോസ് ഫൈ എന്ന് എഴുതും. ഓക്കെ, പക്ഷേ നമുക്ക് വേണ്ട കറണ്ട് സിംഗിൾ ഫേസിലാണ് വേണ്ടത്, 3 ഫേസിൽ വേണ്ടേ, സിംഗിൾ ഫേസിലാണ് വേണ്ടത്. അത് കാരണം നമ്മൾ IR-നെ വീണ്ടും ഒരു ഡിവിഷനിൽ √3 കൊണ്ട് വീണ്ടും ഡിവിഷൻ ചെയ്യും. ആ √3 ഉപയോഗിക്കാൻ കാരണം സിംഗിൾ ഫേസിലേക്ക് ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ വാല്യൂ കൊടുക്കുന്നു. IR ഈക്വൽ ടു P 3 മെഗാവാട്ടാണ്. അപ്പോൾ 3 × 10⁻6 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു B എത്ര? 11 kVA. 11 ഇൻറ്റു 10⁻3 മൾട്ടിപ്ലൈ 0.08 0.85 ആണ് PF. അത് കൊടുത്തു. അപ്പോൾ നമുക്ക് IR കിട്ടും. IR എത്ര? ഇങ്ങനെ എഴുതിയേക്കുന്നത് IR നമുക്ക് 185.2 ആംഗിൾ എങ്ങനെ വന്നേ? 185.2 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ റെക്റ്റാങ്കിളിലാണ് എഴുതേണ്ടത്. അപ്പോൾ കറണ്ടിൻ്റെ ആംഗിളാണ് കോസ് ഫൈ. അപ്പോൾ കോസ് ഫൈനെ നമ്മൾ കിട്ടാൻ വേണ്ടി കോസ് ഫൈ ഈക്വൽ ടു 0.85 ആണ്. ആംഗിൾ കിട്ടാൻ വേണ്ടി കോസ് ഇൻവേഴ്സ് ആണ്. കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 0.85 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും. -331 കിട്ടും. കിട്ടുന്നത് ഒരു പോസിറ്റീവ് ആയിരിക്കും. 31.79 ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ 31.78 ആണ് വരുന്നത്. പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. പക്ഷേ IR നെഗറ്റീവ് ആയിരിക്കുമെന്ന് പ്രീ ഡിഫൈൻഡ് ആണ് എന്ന് വിചാരിക്കുക. കൺഫേം അല്ല എന്ന് വിചാരിച്ചു. ചിലത് നെഗറ്റീവ് ആയിരിക്കും. 31.79 എന്ന് കൊടുത്തു. ഓക്കെ, ഇതാണ് റെക്റ്റാങ്കുലർ ഫോം. റെക്റ്റാങ്കിൾ ഫോമിൽ എപ്പോഴും ആംഗിൾ ഉണ്ടാവും. റെക്റ്റാങ്കിൾ ഇത് നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും. എത്ര? അത് 157.4 -J 97.6 അതെങ്ങനെയാ? എങ്ങനെയാണ്? അത് ഓക്കെ, എന്നിട്ട് എല്ലാത്തിനും യൂണിറ്റ് ചെയ്താലും മറക്കരുത്, ആംബിയർ ആണ്. ഓക്കെ, ഈ പോളാറും റെക്റ്റാങ്കിളും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റെക്റ്റാങ്കിള് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? പോളാറ് അല്ലടാ, അല്ലേ? പോളാറ് മൾട്ടിപ്ലിക്കേഷനും
ഡിവിഷനും ചെയ്യാൻ വേണ്ടി റെക്റ്റാങ്കുലർ ഫോമും ഉപയോഗിക്കുന്നു. അതിനു വേണ്ടിയാണ് ഈ കൺവേർഷനൊക്കെ നമ്മൾ ചെയ്യുന്നത്. റെക്റ്റാങ്കുലർ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? IR കിട്ടി. ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ള സെൻഡിങ് എൻഡ് വോൾട്ടേജ്. സെൻഡിങ് എൻഡ് വോൾട്ടേജാണ് കണ്ടുപിടിക്കേണ്ടത്. അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, പക്ഷേ വലുതാണ്. സെൻഡിങ് എൻഡ് വോൾട്ടേജ്. സെൻഡിങ് എൻഡ് വോൾട്ടേജ് അതായത് VS അറിയില്ല, കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കലി പൈ ഡയഗ്രം ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ VS ആണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷേ VR ഈ സൈഡ് ഭാഗത്തെ വാല്യൂസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് കണ്ടുപിടിച്ചാണ് നമ്മൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. VR അറിയാം, IR അറിയാം, ഇവിടുത്തെ വൈയുടെ വാല്യൂ അറിയാം, ഇമ്പിഡൻസ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ കറണ്ട്, ബാക്കിയുള്ള കറണ്ട് ഒന്നും അറിഞ്ഞൂടാ. ബാക്കി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ VR കണ്ടുപിടിക്കാൻ പോവുകയാണ്. VR ഇപ്പോൾ ഉള്ളത് 11 kV എന്ന് പറഞ്ഞൊരു ഇതായിട്ടാണ്, പക്ഷേ അത് സിംഗിൾ ഫേസ് അല്ല. 11 kV ഉണ്ട്, പക്ഷേ അത് സിംഗിൾ ഫേസ് അല്ല. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിലേക്ക് മാറ്റാനായിട്ട് VR = 11 × 10⁻³ ഡിവൈഡഡ് ബൈ √3 ആണ്. അപ്പോൾ അത് സിംഗിൾ ഫേസ് ആവും. എത്ര? 6.35 kV കിട്ടും. അതാണ് നമ്മുടെ VR. ദെൻ VR കിട്ടി. അപ്പോൾ ഇവിടുത്തെ VR കിട്ടി, IR കിട്ടി. ഇനി ഇങ്ങോട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കുക. കപ്പാസിറ്റൻസിലേക്കുള്ള കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പിഡൻസിൽ നിന്ന് എന്തോരം കറണ്ട് വരുന്നതെന്ന് അറിയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യം കപ്പാസിറ്റൻസിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല I/Y2 = VR × Y2. കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസും വോൾട്ടേജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ എന്തോരം കറണ്ട് പോകണമെന്ന് അറിയാൻ പറ്റും. VRൻ്റെ വാല്യൂ 6.35 kV ആണ്. അപ്പോൾ 10⁻³ മൾട്ടിപ്ലൈ Y2ൻ്റെ വാല്യൂ. അപ്പോൾ ഇത് കൊടുക്കണം. ആംഗിൾ എന്തുകൊണ്ട് 0.90 ആംഗിൾ കൊടുക്കണം. എവിടെ? ഇവിടെ ആംഗിൾ എന്തുകൊണ്ട് 0 കൊടുക്കുന്നു? വോൾട്ടേജിന് എപ്പോഴും ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അത് റിസീവിങ് എൻഡിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. 0 ഡിഗ്രി ആയിരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അതൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ചില കാര്യങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജിൻ്റെ ആംഗിൾ, കപ്പാസിറ്റൻസിൻ്റെ ആംഗിൾ, പിന്നൊന്നും വന്നിട്ടില്ല. ശരിക്കും ഇമ്പിഡൻസിൻ്റെയൊക്കെ ഒരു ആംഗിൾ, ഇമ്പിഡൻസിൻ്റെ അല്ല, വേറെ തരത്തിൻ്റെയൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസിന്റെയും വോൾട്ടേജിന്റെ ആംഗിളാണ് പ്രീ ഡിഫൈൻഡ്. വോൾട്ടേജ് VS അല്ല, VR മാത്രം ഉണ്ട്. VS വരുമ്പോൾ ചേഞ്ച് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ Y1 കണ്ടുപിടിച്ച വാല്യൂ എഴുതാം. Y1ൻ്റെ വാല്യൂ 0.63 × 10⁻³ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 90 ഡിഗ്രി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4 ആംഗിൾ 90 ഡിഗ്രി ആംപിയർ കിട്ടും. അതായത് കപ്പാസിറ്റൻസിലേക്കുള്ള കറണ്ട്. ഓക്കെ, അതിനെ നമ്മൾ പോളാറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 0 + J4 എന്ന് കിട്ടും. 0 നമ്മൾ ഇതിൽ ഉപയോഗിക്കണമെന്നില്ല, ഇതാണ് കിട്ടുന്നത്. 0 ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. J4 എന്ന് കിട്ടും, ആംപിയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് I/Y2 കിട്ടി, IR കിട്ടി. ഇവിടെ നിന്നാണ് കറണ്ട് വന്നത്. ഇവിടെ നിന്ന് വന്ന കറണ്ട് ഇങ്ങോട്ട് കുറച്ച് പോകുന്നു, പിന്നെ ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ഇവിടെ പോയ കറണ്ടും ഇവിടെ പോയ കറണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തോരം കറണ്ട് വന്നെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ IC കാണാൻ വേണ്ടി I ഇമ്പിഡൻസ് = IR + I/Y2 കണ്ടാൽ മതി. ഓക്കെ, IR എത്രയാണ്? 157 IR നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഒന്നാമത്തേനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ IR 157. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഈ പ്ലസും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വേറെ ഫോം. പ്ലസ് ഇവിടെ വന്ന എന്താണ് വന്നെ, ഇവിടെ വന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് തീരുമാനിക്കണേ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇപ്പോൾ പ്ലസ് ആയതുകൊണ്ട് പോളാർ ഫോം ഉപയോഗിക്കാം ഡയറക്റ്റായിട്ട്. J ഉള്ള ഫോമാണ് പോളാർ ഫോം. 154.157.4 - J97.6 + 0 + J4
ഓക്കെ, ഇങ്ങനെ എഴുതാം. നേരെ IR-ൻ്റെ വാല്യൂ IY2-ൻ്റെ വാല്യൂ എടുത്ത് എഴുതാം. നടുക്ക് പ്ലസ് ഇട്ട് കൊടുക്കുക. ചെയ്യുമ്പോൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ ജെ ഉള്ള വാല്യൂകൾ തമ്മിലും അല്ലാത്ത വാല്യൂകൾ തമ്മിലും ഡയറക്റ്റായിട്ട് പ്ലസ് ചെയ്യുക. ഓക്കെ, ജെ ഉള്ള വാല്യൂകൾ തമ്മിലും അല്ലാത്ത വാല്യൂകൾ തമ്മിലും ഡയറക്റ്റ് പ്ലസ് ചെയ്യുക. ജെനെ കൊണ്ടുപോയി അപ്പുറത്തെ വാല്യൂ ആയിട്ട് ഒന്നും ചെയ്യരുത്. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. എത്ര? 153.4. 157.4. സോറി, 157.4. ഇതിന് ചേഞ്ച് വരുന്നില്ല, കാരണം 0 ആയിട്ടാണ് പ്ലസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. -97.6 പ്ലസ് J4 4 മാറും. അപ്പോൾ 93.6 കിട്ടും. J 93.6 കിട്ടി. ഇതാണ് IC-യുടെ പോളാർ ഫോം. ഇതിന് നമ്മൾ റെക്റ്റാങ്കിളിലേക്ക് മാറ്റി വെച്ചേക്കണം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ റെക്റ്റാങ്കിളിലേക്കും അല്ലെങ്കിൽ പോളാറിലേക്കും കൺവെർട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇതിന് ആവശ്യം വരും. അതിൻ്റെ റെക്റ്റാങ്കിൾ ഫോം 153.1 എവിടെ? 153.1 ആംഗിൾ -30.74 ആംബിയർ ആണ്. യൂണിറ്റ് എപ്പോഴും എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ IC കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കറണ്ട് കിട്ടി. ഇവിടെ നിന്ന് എന്തോരം കറണ്ട് വരുന്നതും കിട്ടി. ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്തോരം വോൾട്ടേജ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഓംസ് ലോ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓംസ് ലോ വെച്ചിട്ട് V = IR. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇമ്പിഡൻസിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറയുന്നത്. V Z = IZ × Z. ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യണം. അതെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫംഗ്ഷനാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ഫോമിൽ വേണം ചെയ്യാനായിട്ട്. അത് 183.1 ആംഗിൾ -30.74 ഡിഗ്രി എഴുതി വെച്ചേക്കാം. ആംഗിൾ ആണെന്ന് Z എന്ന് പറയുമ്പോൾ 30.54 ആംഗിൾ 80.96. നമ്മൾ മറ്റേ ജെയുടെ ഫംഗ്ഷനിൽ പ്ലസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യേണ്ടത് ആംഗിൾ തമ്മിൽ ഡയറക്റ്റ് പ്ലസും അല്ലാത്ത വാല്യൂ തമ്മിൽ നേരെ മൾട്ടിപ്ലിക്കേഷനും ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ പ്ലസ് ആഡപ്പ് ചെയ്യാം, മറ്റേത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇതന്നെ ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇതാകുമ്പോൾ പ്ലസ് ചെയ്യാം, മറ്റേതാകുമ്പോൾ ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യാം. ആൻസർ 5000. ആൻസർ 183 × 30.54 ചെയ്യുമ്പോൾ 5591.9 കിട്ടും. ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ 50.22. 80.96 -30.74 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 50.22 കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് വാല്യൂ പറഞ്ഞത്. ഇതിനെ പോളാർ ഫോമിലേക്ക് മാറ്റാം. ഇപ്പോൾ ആംഗിളുള്ള ഇതാണ് കിട്ടിയത്, അത് റെക്റ്റാങ്കിളാണ്. ഇതിനെ പോളാറിലേക്ക് മാറ്റുന്നത്. അത് 3578 പ്ലസ് J 42 എന്ന് പറഞ്ഞാൽ വാല്യൂ കിട്ടും. ഇതെന്താണ്? വോൾട്ടേജ് ആണ് V. അപ്പോൾ എപ്പോഴും അവസാനം ഇതിട്ട് കൊടുക്കുക, യൂണിറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ VC കിട്ടി. ഇവിടെ നിന്നുള്ള വോൾട്ടേജ് കിട്ടി. ഇവിടെ എന്താ വോൾട്ടേജ് ഒന്നും കിട്ടി. ഓക്കെ, വോൾട്ടേജ് ഇവിടെയാണ് ഡ്രോപ്പ് വന്നതും ബാക്കിയുള്ള വോൾട്ടേജ് ഇവിടെ എത്തും. അപ്പം ഡ്രോപ്പ് വന്ന വോൾട്ടേജ് പ്ലസ് ലാസ്റ്റ് കിട്ടുന്ന വോൾട്ടേജ് ആണ് നമുക്ക് ഇവിടെ നിന്നുള്ള സപ്ലൈ വോൾട്ടേജ്. അതായത് ഇവിടെ നിന്നുള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ നിന്ന് ഡ്രോപ്പായിട്ട് ബാക്കിയുള്ള അവശേഷിക്കുന്ന വോൾട്ടേജ് VR നമുക്ക് കിട്ടുന്നു. സോ ഇത് തമ്മിൽ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ VS കിട്ടും. അതുകൊണ്ട് VS VR പ്ലസ് VZ. VRൻ്റെ വാല്യൂ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഫോം? പോളാർ ഫോമിൽ ഉപയോഗിക്കാം. VRൻ്റെ വാല്യൂ 6350 പ്ലസ് J0 പ്ലസ്
3578 പ്ലസ് ജെ ജെ 42 97. Remind me your name again, sorry. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെയുടെ വാല്യൂകൾ തമ്മിലും അല്ലാത്ത വാല്യൂകൾ തമ്മിലും പ്ലസ് ചെയ്യാം. I'm good. You don't be icy here. അപ്പം 9928 You're free now. പ്ലസ് ജെ You're free. You're not 4297 കിട്ടും. അതിനെ റെക്ടാങ്കിൾ ഇപ്പം കിട്ടിയത് പോളാർ ഫോമാണ്, അതിനെ റെക്ടാങ്കിളിലേക്ക് മാറ്റാം. See you later. ഇതിനെ റെക്ടാങ്കിളിലേക്ക് മാറ്റുമ്പോൾ 10.8 23.4 ഡിഗ്രി കിലോ വോൾട്ടിലേക്ക് മാറ്റി. ഇവിടെ കിലോ വോൾട്ടിലേക്ക് മാറ്റി. കിട്ടുന്ന വാല്യൂ ഒരു 10,000 റേഞ്ച് ആയിരിക്കും. അതിനെ സ്ഥാനം മാറ്റി KVയിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ നമുക്ക് VS കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെന്റിനൽ വോൾട്ടേജ് ആണ് കിട്ടേണ്ടത്. അത് VS ആയിരുന്നു, VS കിട്ടി. ഇനി അടുത്തത് സെന്റിനൽ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെന്റിനൽ കറണ്ട് അതായത് IS അറിയില്ല. വീണ്ടും ബൈ ചാർട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടത്തേക്കുള്ള കറണ്ട് അറിയാം, IC. അപ്പോൾ ഈ IS ആണ് ഇവിടെ നിന്ന് വരുന്നത്. IS സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ വെച്ച് ബ്രാഞ്ചായി പോകുന്നുണ്ട്. I1 കപ്പാസിറ്റൻസിലേക്കും പിന്നെ ഇമ്പിഡൻസിലേക്കും ലോഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ബ്രാഞ്ചായി പോണേ. അപ്പോൾ നമുക്ക് ഈ Y1ലേക്ക് എന്തോരം പോകുന്നത് പറഞ്ഞാൽ ഇത് തമ്മിൽ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ IS കിട്ടും. അപ്പോൾ IY1 ഈക്വൽ ടു നേരത്തെ ഇക്വേഷൻ തന്നെ വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റൻസ് ആണ് കപ്പാസിറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് Y1. ഓക്കെ, VSൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഏത് ഉപയോഗിക്കുക? ആംഗുലർ ഉപയോഗിക്കുക, റെക്ടാങ്കുലർ ഉപയോഗിക്കുക. 10.8 23.4 ആംഗിൾ മൾട്ടിപ്ലൈ ഇത് കൊടുക്കണ്ടേ, ലൈക്ക് ആ ഒരു KV മാറ്റി നമ്മൾ ഇത് നോർമൽ ഫോമിൽ ആക്കണ്ടേ? അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുത്തില്ലെങ്കിൽ ഇവിടെ എന്തോന്ന് വാല്യൂ വ്യത്യാസം വരും. ഇവിടെ -10⁻³ ആണ്, ഇവിടെ 10⁻³ ആണ്. അപ്പം അത് കൊടുക്കണം എപ്പോഴും. അതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്റർ എന്താ കിട്ടണേ അത് കൊടുത്താലും മതി. അല്ലെങ്കിൽ 10⁻³ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം. K വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം. K മൈക്രോൺ വരുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റിപ്പോകും. ഓക്കെ, ദെൻ 0.63 × 10⁻³ ആംഗിൾ കപ്പാസിറ്റർ ആണ് 90 ഡിഗ്രി. അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്, പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 68 ആംഗിൾ തമ്മിൽ ഡയറക്റ്റ് പ്ലസും ബാക്കിയുള്ള ഇത് മൾട്ടിപ്ലിക്കേഷനിലും പോവുക. കിട്ടുന്ന വാല്യൂ 6.8 ആംഗിൾ ഓഫ് 113.4 ഡിഗ്രി ആംബിയർ കിട്ടി. ഇതിന് നമ്മൾ നേരെ പോളാറിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ -2.7 പ്ലസ് J 6.24 ആംബിയർ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ കിട്ടിയത് കപ്പാസിറ്റൻസിലേക്കുള്ള കറണ്ടാണ്. ഇനിയിപ്പോൾ IS കണ്ടുപിടിക്കാനായിട്ട് IZഉം IY1ഉം പ്ലസ് ചെയ്താൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള. ഓക്കെ, അപ്പോൾ IS സെന്റിനന്റ് കറണ്ട് എന്തായിരുന്നു പറഞ്ഞു? IZഉം IY1ഉം പ്ലസ് ചെയ്താൽ മാത്രം മതി. അത് വരുന്നതെന്ന് വെച്ചാൽ 157.4 മൈനസ് J 93.6. IY1 എന്തായിരുന്നു നമുക്ക്? IY1 -2.1. അപ്പം മൈനസ് കൊടുക്കുക. നോക്കണം, ഇത് പോളർ നമ്മൾ കൺവേർട്ട് ചെയ്തില്ലല്ലോ. എനിക്ക് മൈനസ് വന്നില്ല. എനിക്ക് വന്നേക്കുന്നത് 2.69 പ്ലസ് ഇതൊന്ന് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ നീ എന്നിട്ട് കാൽക്കുലേറ്റ് നോക്കിയില്ലേ? വാല്യൂ കറക്റ്റല്ലേ? കഴിഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ IS ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ മാറും. അവിടെ 160.12 അപ്പോൾ IY1 ഒന്നുകൂടി ചെയ്യാൻ പോകുന്നു. 10.28 വെച്ച് ചെയ്യണം.
8.28 ഇൻറ്റു 10⁻³ ആണ്. കിലോ KVL ആണ്. ഇൻറ്റു 0.63 ഇൻറ്റു 10⁻³ ആണ്. 6.4764 കിട്ടും. ചെറിയ വ്യത്യാസമുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി ആംഗിൾ വന്നിട്ട് 90 + 23. 90 + 23 ചെയ്തു 0.4 = 113.4. അതിന് കിട്ടി. കറക്റ്റ്. അതിന് കറക്റ്റാണ്. അപ്പോൾ കാറ്റലോഗിൽ നമ്മൾ ആംഗിൾ എടുക്കുക, അതിനകത്ത് പോളാർ ടു റെക്ക് എടുക്കുക. പോളാർ ടു റെക്ക് എടുക്കുക. അപ്പോൾ റെക്റ്റാങ്കിളിന് എഴുതി കാണിക്കും. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ആംഗിളുള്ള അതിൽ അടിച്ചു കൊടുക്കാൻ പറ്റും. 6.8, 113.4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആൻസർ -2.7. നിനക്ക് അങ്ങനെ മൈനസ് ഇട്ടാൽ വൈ യു ഡോണ്ട് ഗെറ്റ്? ഓക്കെ, കാരണം 100 മുകളിൽ പോയാൽ മൈനസ് മൈനസ് 1. ഓക്കെ, അപ്പോൾ അവിടെ മൈനസ് കിട്ടും. മൈനസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് മാറ്റി എഴുതിയത്. അവിടെ മൈനസ് ആണ് നമ്മൾ എഴുതിയത്. അതുകൊണ്ട് മൈനസ് കിട്ടിയത്. പിന്നെ കണ്ടുപിടിക്കേണ്ട IS ആണ്. IS എന്ന് പറയുമ്പോൾ IZ + IY1. I1 പറ. അപ്പോൾ IY1 എന്ന് പറയുമ്പോൾ -2.7. 2.7 J6.2 പ്ലസ് അല്ലേ? പ്ലസ് J6.24. 6.24. ഓക്കെ, അത് വരുന്നത് പറ. 154 154.7 മൈനസ് J 87.36 കിട്ടും. ഇതിനെ നമ്മൾ പോളാറാക്കി വെക്കുക. ഇത് IS കിട്ടി. ഇതിനെ ഇനി റെക്ടാങ്കിൾ റെക്ടാങ്കിളിലേക്ക് മാറ്റാം. അത്ര 177.7 177.7 ആംഗിൾ -29.45 ഡിഗ്രി മൈനസ് ആണ് ഇവിടെ. മൈനസ്. ഓക്കെ, അല്ല, നമ്മൾ എപ്പോഴും ഈ മൈനസും ഇത് ആംഗിൾ ആക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ പോളാർ ആണ് റെക്ടാങ്കിളർ, റെക്ടാങ്കിൾ ആണ് പോളാർ ആക്കി വെക്കുന്നത് better ആണ്. വെക്കണം. യെസ്, ഓക്കെ, ആക്കി വെച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കിട്ടിയല്ലോ. IS നമുക്ക് കിട്ടിയപ്പോൾ സെൻഡിങ് ആൻഡ് കറണ്ട് കിട്ടി. ഇനി സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ഇനി അതെങ്ങനെ? കണ്ടുപിടിക്കേണ്ടത് സെന്റിനൽ പവർ ഫാക്ടർ. സെന്റിനൽ പവർ ഫാക്ടറിന് cos phi is equal to cos of VS ന്റെ ആംഗിൾ. യെസ്, ആംഗിളിന്റെ സിമ്പിൾ കൊടുക്കും 0. ഓക്കെ, VS ന്റെ ആംഗിളാണ് വെക്കേണ്ടത് ഇവിടെ. VS ന്റെ വാല്യൂ അല്ല, VS ൽ ഒരു ആംഗിൾ ഉണ്ടാവും, ആ ആംഗിൾ മാത്രം മതി. മൈനസ് IS ന്റെ ആംഗിൾ. ഓക്കെ, ഓക്കെ, VS ന്റെ ആംഗിൾ എന്ന് പറയുന്നത് 23.4 23.4 ഡിഗ്രി മൈനസ് ഓഫ് മൈനസ് 29.4. 29.45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആൻസർ വരിക 0.6. അപ്പോൾ ആൻസർ ആയിട്ട് 0.6 കിട്ടും. അതാണ് നമ്മുടെ PF. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അതിന്റെ ബി പാർട്ട് ബി പാർട്ട് അത് ഈ പാട്ടൊന്നുമില്ല. ഈ പാർട്ട് തിയറി അല്ലേ? അത് നമുക്ക് കണ്ടു ചെയ്യാൻ പറ്റില്ല. അത് ക്ലോസ് ചെയ്തു. ഇത് ബാക്കി